ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻ തലക്കറി വെച്ചാലോ? ബാ പോരെ കൂടെ. ഞാനേ മീൻ കറിക്കുള്ളത് ഇഞ്ചി, പച്ചമുളക്, സവോള അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഏത് മീനാണെന്ന് അറിയണവര് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മീൻ കറിക്കേ ഞാൻ എടുക്കണത് ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള. നമുക്കിതിനെ ഒന്ന് അരിയാം. പച്ചമുളകൊക്കെ ഒന്ന് രണ്ടാക്കി കീറിയിടാം. ഞാനേ മൺചട്ടിയിലാണ് കൂടുതൽ കറികൾ വെക്കാറ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഗ്യാസുമ്മയാണ്. അല്ല, വിറകിലാണ് വെക്കുക. മൺചട്ടിയിൽ കറി വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും മൺചട്ടിയിൽ അടുപ്പിൽ വിറകിൽ വെക്കാൻ നോക്കട്ടോ. പിന്നെ ഇന്ന് ഞാൻ മീൻ വെക്കുമ്പോഴേ അതിൽ പുളിക്ക് പകരം പച്ച കുടംപുളിയുടെ ജ്യൂസ് അതാണ് ഒഴിക്കണത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും അല്ലേ? പിന്നെ പറഞ്ഞല്ലോ കേട്ടോ. ഈ സവാളയൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അരിയാം. ചെറുതാക്കി അരിയാം, വലുതാക്കി അരിയാം, കനം കൂട്ടി അരിയാം. ഞാൻ കനം കുറച്ച് അരിയാറ്, കനം കുറച്ച് ചെറുതാക്കി അരിയാം. ദേ മഞ്ഞപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി, അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുഞ്ഞ് ടീസ്പൂണാണേ. ഞാനേ കൂടുതൽ കല്ലുപ്പ യൂസ് ചെയ്യാറ് കേട്ടോ. അതിൽ കുറച്ച് കെമിക്കൽ കുറവല്ലേ. അപ്പോൾ ഉപ്പിട്ട്. കറിവേപ്പില പൊട്ടിച്ചിട്ടില്ല. പോരെ, നിങ്ങളും വായോ, നിങ്ങൾക്കും തരാം. ഇതെൻ്റെ പറമ്പ് കേട്ടാ. ഇതിൽ വലിയൊരു വേപ്പിൻ്റെ മരണത്. ഈ തോട്ടി വെച്ചിട്ട് നമുക്ക് 2 കഷ്ണം ഒടിച്ചെടുക്കാം. ഇതേ നല്ല ഫ്രഷ് വേപ്പിൻ്റെ ഇല ഒടിച്ചിട്ട് വന്നു. ഇനി അതൊന്ന് കഴുകിയിട്ട് അതിൽ നിന്നൊരു 3-4 തണ്ട് നമുക്ക് അങ്ങോട്ട് ഇടാം. ഇതുവരെ മീൻതലയുടെ പേര് കിട്ടാത്തവർക്ക് വേണ്ടി ജോത്സ്യമമ്മി പറയാം. ഇതാണ് രോഹു മീൻ്റെ തല കേട്ടാ, രോഹു മീൻ. ഇനി നമ്മൾ ചട്ടിയിലിട്ട ഇഞ്ചി, പച്ചമുളക്, സവോള, വേപ്പിൻ്റെ ഇല, ഉപ്പ്, എണ്ണ ഇതെല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് തിരുമ്പണം കേട്ടോ. നല്ലോണം തിരുമ്പണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഇതാണ് മക്കളെ ഇന്നത്തെ കിടിലൻ ഇൻഗ്രീഡിയൻറ്റ്. ജോത്സ്യമമ്മി സ്പെഷ്യൽ കുടംപുളി ജ്യൂസ്. നല്ല പുളിയുള്ള ജ്യൂസാട്ടാ. കാരണം കുറച്ച് ഒഴിക്കണുള്ളൂ. അപ്പം അതും കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് തിരുമ്പാം. എന്നിട്ട് ഇനി നമ്മൾ ഈ കഴുകി വെടുപ്പാക്കി വെച്ചാൽ തല അതിലേക്ക് അങ്ങോട്ട് ഇടാം. ആ തലയും കൂടി ചേർത്ത് ഇതെല്ലാനും കൂടി നന്നായി ഒന്നും കൂടി തിരുമ്പി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് ബ്രേക്ക് കേട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചിരവില്ലാണ്ടേ തേങ്ങ ചിരവാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ പറയാം കേട്ടാ. ഇപ്പം നമുക്ക് മീൻകറി വയ്ക്കാം. തേങ്ങ അരച്ചു. തേങ്ങയിൽ ഞാനേ ഒരു 10 മണി പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ചേർത്തുണ്ട്. ഇത് ഇങ്ങോട്ട് അടപ്പത്തേക്കാ വയ്ക്കാം നമുക്ക്. ഇവന് ഇവിടെ കിടന്നൊരു 10-15 മിനിറ്റ് തിളക്കട്ടെ. ഇങ്ങനെ ഇരുന്നാ മതിയാ. അടപ്പത്തൊന്ന് കറി ഇറക്കൊന്നും വേണ്ടേ, ചോറൊന്നും ഉണ്ണണ്ടേ. വാ. തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇറങ്ങിയണണ്ട. ഇനി കാച്ചണമെങ്കിൽ കാച്ചാം. ഞാൻ കാച്ചണില്ല. ചേട്ടായിക്ക് അധികം എണ്ണ കഴിക്കാൻ പാടില്ല. അത് കാരണം ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്നേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമായി ഒരു കമൻറ്റ് ഇടണേ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് ജോത്സ്യമമ്മി പിന്നെ വരാം കേട്ടാ. ബൈ.